ഹായ് എവ്രി വൺ, എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ബിഗ് ബോസിന്റെ എല്ലാ റിവ്യൂവിനും അതുപോലെ സീരിയലിന്റെ എല്ലാ എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് എന്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ബിഗ് ബോസിന്റെ വിഷുദിന എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഹൗസ് മെമ്പേഴ്സിനെ കാണാനും അവർക്ക് വിഷു കൈനീട്ടം നൽകാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എത്തിയിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട് വിഷുവിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എല്ലാം സംസാരിച്ചതിന് ശേഷം ലാലേട്ടനാണെങ്കിൽ ഹൗസ് മെമ്പേഴ്സിനെ കാണുകയാണ്. അപ്പൊ ആദ്യം തന്നെ എന്താ പറയാ, ജാസ്മിന്റെ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ ഇനി അടുത്ത ആരാണ് ക്യാപ്റ്റൻ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് പോകുന്നത് അത് ആരാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഒരു ഇലക്ഷൻ വഴിയായിരുന്നു കഴിഞ്ഞ വീക്കിലേക്ക്, അതായത് അടുത്ത വീക്കിലേക്കുള്ള ക്യാപ്റ്റനെ സെലക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഇലക്ഷന്റെ റിസൾട്ട് ആണ് ലാലേട്ടൻ ആദ്യം തന്നെ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ആ ഇലക്ഷന് പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും എണ്ണീപ്പിച്ച് നിർത്തിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കാണ്. അപ്പൊ എല്ലാവരും 1-2 വോട്ട് എന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വോട്ട് തീരെ കിട്ടില്ല എന്ന് പറയുന്നത് ശ്രീരേഖ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഈ പറഞ്ഞ ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് വോട്ട് കിട്ടുക എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്തു, ഒരുപാട് ആൾക്കാർക്ക് സഹായമൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടെന്നാണ് ജിൻഡോ പറഞ്ഞത്. പക്ഷെ പ്രതീക്ഷകൾ പോലെ തന്നെ ജിൻഡോ ആണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തില് ജിൻഡോ ആണെങ്കിൽ തറയിൽ കിടന്ന് സന്തോഷിക്കുന്നതും നമസ്കാരം ചെയ്തില്ലേ, ആ ഒരു പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ജിൻഡോ ക്യാപ്റ്റൻ ആയതിലും സന്തോഷത്തിലാണ്. അപ്പൊ ലാലേട്ടനെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ജിൻഡോ നിങ്ങൾ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് എന്ത് തെറ്റ് ചെയ്താലും ആരെയും ശിക്ഷിക്കില്ല എന്നുള്ളതെന്ന്. അപ്പം ജിൻഡോ പറയുന്നു, അങ്ങനല്ല ലാലേട്ട ഞാൻ പറഞ്ഞത്, ശിക്ഷിക്കില്ല എന്നല്ല, അവരെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ അവർക്ക് ക്ഷമ കൊടുക്കും, എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറെ എല്ലാം കണ്ണടയ്ക്കും എന്നൊരു ഉദ്ദേശം എനിക്കില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. എന്തായാലും ജിൻഡോയുടെ ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഒരു സംസാര വിഷയം നടന്നതെന്ന് വെച്ചാൽ, കുറെ നാളായിട്ട് ജാസ്മിൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം ജാസ്മിൻ ആണെങ്കിൽ ഭയങ്കര ഡൗൺ ആയി, ഡിപ്രസ്ഡ് ആയി, അവിടെ ഇവിടെ മൂല പോയിരിക്കുകയാണ്, സംസാരിക്കുന്നില്ല, ഒരുപാട് ഗെയിം അത്ര നന്നായിട്ട് കളിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം ഉണ്ട്. അതെല്ലാവർക്കും തോന്നിയത് തന്നെയാണ്. അപ്പൊ ലാലേട്ടനും ആ ഒരു കാര്യം തോന്നിയത് കൊണ്ട് തന്നെ ഒരു നല്ല ഗെയിമറായ ജാസ്മിനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്താണ് പ്രശ്നം, ഗബ്രിയാണോ അതിന് കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ജാസ്മിൻ പറയുന്നുണ്ട്, അല്ല ലാലേട്ട, ഗബ്രി ഒന്നും അല്ല കാരണം, എനിക്കാണെങ്കിൽ ഈ വീക്ക് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോ അവര് പറഞ്ഞ കാര്യങ്ങള്, പിന്നെ എനിക്ക് ഡ്രസ്സ് കിട്ടാതിരുന്നത്, പിന്നെ എന്റെ വീട്ടുകാരുടെ മുഖമൊക്കെ കാണുന്നേരം എന്തൊക്കെയോ പ്രശ്നങ്ങള്, പുറത്ത് ഞാൻ ഒരുപാട് നെഗറ്റീവ് ആണോ എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിഷമിച്ചിരിക്കാനുള്ളത്, ഗബ്രി അല്ല കാരണം എന്ന് പറയുവാണ്. അപ്പൊ ലാലേട്ടനെ എടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതായത് ഗബ്രിയും ജാസ്മിനും, അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങൾക്ക് എന്തുമാകാം, പക്ഷെ ഇതൊരു പബ്ലിക് ഷോ ആണ്. അപ്പൊ ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് പറയണം എന്ന് പറയാണ്. അപ്പോൾ ആൾക്കാർക്കെല്ലാം കൂടുതൽ വ്യക്തത വരാൻ വേണ്ടിയിട്ട് രണ്ട് ക്ലിപ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ക്ലിപ്സിലും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത്. കോൺവെർസേഷൻ ഇങ്ങനെ ഗബ്രി പറയുന്നുണ്ട്, എന്റെ ജാസ്മിനെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ കല്യാണം വരെ നിന്നെ ഞാൻ കഴിവേണമെങ്കിൽ കഴിപ്പിച്ചു തരും, വേറെ ആരെങ്കിലും കൊണ്ടിട്ട്, നിനക്ക് ഞാനൊരു അച്ഛനെ പോലെയോ അല്ലെങ്കിൽ ഒരു ആരെ വേണമെങ്കിലും സഹോദരനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് എന്നെ കാണാം. എന്നിട്ട് മറ്റൊരു സമയത്ത് ഇങ്ങനെ ജാസ്മിനോടാണെങ്കിൽ ഗബ്രി പറയുന്നുണ്ട്, ജാസ്മിനെ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ രണ്ട് കോൺട്രവേഴ്സ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് ഈ പറഞ്ഞ ഗബ്രി പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗബ്രി വിപരീതമായ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പ് എന്താന്ന് ഒരു ഡിഫിനിഷൻ കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ജാസ്മിൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് തെറ്റിദ്ധരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയണം എന്നൊരു അഭിപ്രായമാണ് ലാലേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ ഗബ്രി അതിന് ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. ഈ രണ്ട് ക്ലിപ്സ് കണ്ടതിന് ശേഷം ഹൗസ് മെമ്പേഴ്സിനോട് ഇതിനെ പറ്റി ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ പൂജയൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ഇത്ര നാള് വിചാരിച്ചിരുന്നത് ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാ തെറ്റെന്നാണ്, പക്ഷെ ഒരുപാട് രീതിയിൽ ഈ പറഞ്ഞ ഗബ്രി ആണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്.
ആ ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത്. കാരണം ഗബ്രി ആണെങ്കിൽ ആ പറയുന്ന രീതിയാണെങ്കിലും ഒക്കെ കുറച്ച് എന്താ പറയാ ഓരോ കാര്യങ്ങളാണ് ഓരോ സമയത്തും സംസാരിക്കുന്നത്. അപ്പം ലാലേട്ടനും അത് തന്നെ പറയാണ്, അതായത് ഗബ്രി പറയുന്ന കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്റെ ഗെയിമിനെ ഒരിക്കലും ഗബ്രി എഫക്ട് ചെയ്യുന്നില്ല, ഞാൻ ഗബ്രിയെ ഉദ്ദേശിച്ചല്ല കളിക്കുന്നതെന്നൊക്കെ പറയാണ്. പിന്നീട് മൂന്നാമതൊരു ക്ലിപ്പും കൂടെ ലാലേട്ടൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ മൂന്നാമത്തെ ക്ലിപ്പിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൗസ് മേറ്റ്സ് പൂജ, കൃഷ്ണ, ജാൻമണി, നമ്മുടെ അഭിഷേക്, ഇവരൊക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ കോൺവെർസേഷൻ ഇടയ്ക്ക് ഇങ്ങനെ ജാൻമണി ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? അവിടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഗബ്രി പറഞ്ഞിട്ടുണ്ട് അത്ര, ഈ ഗബ്രിക്ക് കൂടുതൽ അട്രാക്ഷൻ, അതായത് ജാസ്മിനെക്കാട്ടിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് റസ്മിനോടാണ്, കൂടുതൽ ഭംഗിയും കാര്യങ്ങളും ഒക്കെ റസ്മിനാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംസാരം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ക്ലിപ്പ് കാണിച്ചതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജാൻമണി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗബ്രി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാൻമണി അത് അങ്ങോട്ട് സമ്മതിക്കുന്നുമില്ല, സമ്മതിക്കാതിരിക്കുന്നുമില്ല. പൂജയോട് ചോദിക്കുന്ന സമയത്ത് പൂജ പറയുന്ന ഒരു കാര്യം, ഗബ്രി ഇങ്ങനത്തെ ഒരു ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അത് പറഞ്ഞത് ജാൻമണിയാണ്. പക്ഷെ ഗബ്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് ഈ ഹൗസിൽ ജാസ്മിനോട് എത്ര കണക്ഷൻ കാണിക്കുന്നോ അതേ കണക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഉപരി കണക്ഷൻ ആണ് റസ്മിനോട് കാണിക്കുന്നത്. അപ്പം ഗബ്രി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് കൂടുതൽ ഫ്രണ്ട് എന്നുള്ളത് റസ്മിൻ ബായി ആണ്. പക്ഷെ എന്തുകൊണ്ട് റസ്മിൻ ബായിയോ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരും ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് ജാസ്മിൻ ആയിട്ടുള്ള ഒരു ബന്ധം മാത്രം എന്താണ് ഒരു പ്രശ്നത്തിലാവുന്നത് എന്നിങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് പൂജ പറയുന്നത്. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് ഗബ്രിയോട് ഇതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഗബ്രി ആണെങ്കിൽ ഭയങ്കര അങ്ങ് മെന്റലി ഇതായിപ്പോയി. എന്താ പറയാ, വേറെ ഇതുപോലെ പൂജ വീണ്ടും മറ്റൊരു കാര്യം പറയുന്നത്, ഗബ്രി ആണെങ്കിൽ പുറത്തും ഗബ്രിയുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, കൈ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ കിസ് ചെയ്യാന്നൊക്കെ ഉള്ളതിൽ നിന്നാണ് ഗബ്രിക്ക് സന്തോഷം കിട്ടുന്നത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം പറയാണ്. പക്ഷെ അതൊന്നും ഗബ്രി അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഇതിനൊരു മറുപടി പറയാനോ ഗബ്രി തയ്യാറാവുന്നില്ല, ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ജാസ്മിനോട് ഇതിനെ പറ്റി ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അതായത് ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, ഇപ്പൊ ഗബ്രിയും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പറയില്ല, എനിക്ക് ഒരു കൈൻഡ് ഓഫ് ഇഷ്ടം ഈ പറഞ്ഞ ഗബ്രിയോടുണ്ട്, പക്ഷെ അതൊരിക്കലും ഒരു നെക്സ്റ്റ് ലെവല് കൊണ്ടുപോകാൻ എനിക്കോ അല്ലെങ്കിൽ ഗബ്രിക്കോ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം അത് ആ ഒരു രീതിയിൽ പോവാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഗബ്രിയോട് പിണങ്ങിയിരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ പല ആൾക്കാരും പറഞ്ഞു, ഞാനും ഗബ്രിയുമായിട്ട് വന്ന ദിവസം തന്നെ അടുപ്പത്തിലായി, ഞങ്ങൾ പുറത്തുനിന്ന് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ബന്ധവും ഇല്ലായിരുന്നു, ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഗബ്രിയുമായിട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്കൊരു വിഷമം വരുന്ന സമയത്ത് ഗബ്രിയോട് പോയി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗബ്രി എന്നെ കൈപിടിച്ചിരിക്കുമ്പോഴോ എനിക്കൊരു ആശ്വാസം കിട്ടാറുണ്ടോ, അത്രേ ഉള്ളൂ. ഇതൊരു സിറ്റുവേഷൻഷിപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഒന്നുമല്ല, ഒരു ഇഷ്ടം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്, ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ എന്താണെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇതുപോലെ സിബിൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്താണ് എപ്പോഴും ഈ ഗബ്രി ജാസ്മിൻ വിഷയം ഈ ബിഗ് ബോസ് സീസൺ 6 ഒരു ഭയങ്കര ചർച്ചയാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഷോ അല്ലേ, അപ്പൊ ഈ ഒരു ഷോയുടെ മൂല്യം എന്ന് പറയുന്നത് ഈ ഒരു വൃത്തികെട്ട ജാസ്മിൻ ഗബ്രി ഗെയിമിൽ തീർക്കേണ്ടതാണോ, ആ ഒരു വിഷയം മാത്രമാണോ നടക്കേണ്ടത് എന്നൊരു കാര്യമാണ് സിബിൻ ഉന്നയിക്കുന്നത്. അതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പരിപാടിക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അതിന് പകരം ഈ ഒരു ഗെയിം തന്നെ വീണ്ടും കാണിക്കുക അല്ലെങ്കിൽ കുറെ ദിവസമായിട്ട് കാണിക്കുക, ഈ ഒരു ഡ്രാമ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്കായാലും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പിന്നീട് ഇതുപോലെ ഗബ്രി ആണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയിരുന്ന് കരയുവാണ്, ഞാനിപ്പോ ക്വിറ്റ് ചെയ്യും, എനിക്ക് പറ്റത്തില്ല ജാസ്മിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ജാസ്മിൻ ആണെങ്കിൽ ജാൻമണിയെ നല്ലോണം കുറ്റം പറയുന്നുണ്ട്. ജാൻമണി ആണെങ്കിൽ എന്റെ മുഖത്തിന് നേരെ വന്നിട്ട് നല്ലതുപോലെ പെരുമാറും, എന്നിട്ട് എന്താണ് ജാൻമണി കാണിച്ചത് അവിടെ പറഞ്ഞു കേട്ടില്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഗബ്രി അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് റസ്മിനും ജാസ്മിനും പിടിച്ചു നിർത്തുന്നുണ്ട്, ഗബ്രി അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിർത്താണ്. അപ്പൊ എന്തായാലും അത് സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ ഒരു വിഷു സ്പെഷ്യൽ പരിപാടികളിലേക്ക് കടക്കാണ്. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോത്സ്യൻ സിബിൻ എന്താ പറയാ എല്ലാവരുടെയും ഈ വിഷുബലം പറയുവാണ്. അപ്പൊ എല്ലാ ഹൗസ് മേറ്റ്സിന്റെ കാര്യങ്ങളും ഭയങ്കര രസകരമായ രീതിയിൽ അവരുടെ നാളും അതുപോലെ തന്നെ അവരുടെ ഭാവിയും ഒക്കെ പ്രവചിക്കുന്നുണ്ട്. അതായത് ഹൗസിൽ അവരെങ്ങനെയാണോ പെരുമാറുന്നത്. ഇപ്പൊ നോറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നോറയാണെങ്കിൽ ഇപ്പൊ നല്ലതായിട്ട് മത്സരിക്കുന്നുണ്ട്, ഈ
ഇമോഷണലി കുറച്ചുകൂടെ ഇതായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നോറയ്ക്കിന് നല്ല കാലമാണ് വരാൻ പോകുന്നത്. പിന്നെ അപ്സരയുടെ കാര്യം പറഞ്ഞത് അപ്സര എന്താ പറയാ ഉത്രട്ടാതി നക്ഷത്രമാണ്. അതുകൊണ്ട് അപ്സരയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര എപ്പോ വേണമെങ്കിലും വെള്ളത്തിൽ മുങ്ങി പോവാം. അപ്പൊ മാക്സിമം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്സര സൂക്ഷിക്കുക, വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, പവർ ടീമിൽ ഒതുങ്ങി പോവാതിരിക്കുക. ഇങ്ങനെ ഓരോ ഹൗസ് മെമ്പേഴ്സിനെ കുറിച്ചും വളരെ എന്താ പറയാ ഒരു കോമഡി സെൻസില് എന്നാ നമ്മളിലേക്ക് എത്തുന്ന അവരെന്താണെന്ന് നമ്മളിലേക്ക് എത്തുന്ന രീതിയിൽ വളരെ മനോഹരമായി തന്നെ സിബിൻ ആ ഒരു പ്രോഗ്രാം അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നീട് അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താന്ന് വെച്ചാൽ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജിൻഡോയുടെ സൂര്യ നമസ്കാരമാണ്. സംഭവം എന്താന്ന് വെച്ചാല് ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ എപ്പിസോഡിൽ കണ്ടായിരുന്നു, അതായത് ജിൻഡോ ആണെങ്കിൽ സിഗരറ്റ് വെച്ചിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. അപ്പൊ നോറ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഈ സിഗരറ്റ് വെച്ചാണോ സൂര്യ നമസ്കാരം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, അതേ ലാലേട്ട, ഞാൻ ചെറുപ്പത്തിലെ മൂലം ഈ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്, ചന്ദനത്തിരി വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചന്ദനത്തിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ സിഗരറ്റ് എന്തെങ്കിലും ഒരു തീ കൊളുത്തി വെച്ച് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജിൻഡോ, നിങ്ങൾ ഒരുപാട് സിഗരറ്റിന് അഡിക്റ്റ് ആണ്. അതേപോലെ ജിൻഡോ ആയാലും അത് ജാൻമണി ആയാലും രണ്ടുപേരും സിഗരറ്റിന് ഒരുപാട് അഡിക്റ്റ് ആണ്, കുറെ സിഗരറ്റ്സ് വലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സിഗരറ്റിന്റെ കാര്യത്തിൽ ഒരു റേഷൻ വെക്കാണ്, നിങ്ങൾക്ക് ഇത്രയും വലിക്കാൻ പാടില്ല. ജിൻഡോ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകനാണ്. അപ്പൊ ഒരു അധ്യാപകൻ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം സിഗരറ്റ് വെച്ചുകൊണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റോങ് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിഗരറ്റ് കട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പം ജാൻമണി പറയുന്നുണ്ട്, അയ്യോ ലാലേട്ട അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് സിഗരറ്റ് ഇല്ലാതെ ഒന്നും പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം 2 to 3 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിച്ചു തീർക്കും, അതുകൊണ്ട് സിഗരറ്റ് ഇല്ലാതെ എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് അറിയത്തില്ല അടുത്ത ആഴ്ച സിഗരറ്റിന്റെ പേരിൽ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടാവുമെന്ന്. കാര്യം സിഗരറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ജാൻമണി പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് അതുപോലെ എവിക്ഷൻ പ്രക്രിയയിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ വിഷുദിനമായിട്ട് അവിടേക്ക് ആദ്യം തന്നെ ഇന്നലെ ഒരു 2-3 ആൾക്കാരെ സേഫ് ആക്കിയായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരില് 4 പേരുടെ പേരടങ്ങുന്ന ബോക്സുകള് റൂമിൽ വെച്ചിട്ടുണ്ട്, സീക്രട്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ ബോക്സ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പൊ ബോക്സിൽ ആരുടെ പേരാണോ ഇല്ലാത്തത് അവരാണ് എവിക്റ്റ് ആവുന്നത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം ആ 4 ബോക്സുകൾ എടുത്തുകൊണ്ട് വരുന്നു. അതിനകത്ത് നിന്ന് നോറ അതുപോലെ ഋഷി അവരെല്ലാവരും സേവ് ആവുകയാണ്. ജിൻഡോ ഒക്കെ സേവ് ആവുന്നുണ്ട്. അപ്പം സേവ് ആവാത്ത 2 വ്യക്തികൾ എന്ന് പറയുന്നത് ജാൻമണിയും ശരണ്യയും. അതായത് ഈ ആഴ്ചത്തെ വോട്ടിങ്ങിലെ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ശരണ്യയും അതുപോലെ തന്നെ ജാൻമണിയും 2 പേരാണ് എവിക്റ്റ് ആവുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ആ ബാഗും ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങാൻ പറയുന്നുണ്ട്. അപ്പൊ ഹൗസ് മെമ്പേഴ്സ്, അതായത് ജാൻമണിയായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാരെ, ശരണ്യയായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ഭയങ്കരമായിട്ട് കരയുവാണ്. അങ്ങനെ കരഞ്ഞ് കുറെ സീനൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് പറയുന്നൊരു കാര്യം, ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെ ആരെയും ഇന്ന് എവിക്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ലാലേട്ടനാണെങ്കിൽ ഹൗസ് മെമ്പേഴ്സിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഈ ആഴ്ച എവിക്ഷൻ ഇല്ല എന്ന് പറയുന്നു. ലാലേട്ടൻ അവർക്ക് മുന്നിൽ വരുന്നു. അങ്ങനെ ലാലേട്ടന് വന്നിട്ട് അവരെ കൂടെ തന്നെ ഇരുന്ന് ആ ഒരു സോഫയിൽ ഇരുന്നിട്ട് അവരെ കൂടെ വർത്താനം പറയുകയും അതുപോലെ ബിഗ് ബോസ് സമ്മാനമായിട്ട് നൽകിയ പായസം കുടിക്കുകയൊക്കെയാണ്. അപ്പൊ പിന്നെ വിഷുദിന ആശംസകളായിരുന്നു. എല്ലാ ഹൗസ് മെമ്പേഴ്സിനും അവരുടെ വീട്ടുകാര് വിഷു ആശംസകൾ അർപ്പിച്ചു. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ്. കാര്യം ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസമായി വീട്ടുകാരെ മിസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര പ്രതീക്ഷ നൽകുന്നതായിരുന്നു അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്രാവശ്യം ജാസ്മിന്റെ ബാപ്പയും ഉമ്മയും വിഷ് ചെയ്ത സമയത്ത് എന്താ കുറച്ച് സ്ട്രോങ് ആയിട്ട്, അതായത് ചിരിച്ചുകൊണ്ട് വിഷ് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് ജാസ്മിന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും മനോഹരമായ വിഷസ് ആയിരുന്നു. എല്ലാവർക്കും വിഷസ് ഒക്കെ കിട്ടി. അവർ തിരിച്ചും വിഷ് ചെയ്തു. അതിനുശേഷം ലാലേട്ടനാണെങ്കിൽ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. ഡാൻസ് ഉണ്ടായിരുന്നു, വിമൻസിന്റെ മാത്രം ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ആണുങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. അവർ കുറെ ദിവസം പ്രാക്ടീസ് ചെയ്തതിന്റെ ആ ഒരു മികവ് അവിടെ കാണാനുണ്ട്. പ്രത്യേകിച്ച് ജിൻഡോയുടെ ഡാൻസ്, ജിൻഡോ അത്ര ഡാൻസ് കളിക്കാൻ അറിയാത്ത ആളായിട്ട് കൂടെ ജിൻഡോ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു, ഡാൻസ് ഒക്കെ കളിച്ചു. അങ്ങനെ ആ ഒരു എപ്പിസോഡ് മനോഹരമായി ആ ഒരു ഡാൻസ് പ്രോഗ്രാം അതിനെ അടിപൊളിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് നമ്മുടെ എല്ലാ വിഷുവിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഹൗസ് മെമ്പേഴ്സിന് ലാലേട്ടൻ വിഷു കൈനീട്ടം കൊടുക്കുന്നതാണ്. എല്ലാവർക്കും വിഷു കൈനീട്ടം ഒക്കെ കിട്ടി. വിഷു നല്ലതായിട്ട് ആഘോഷിച്ചിട്ട് ലാലേട്ടൻ എല്ലാ ഹൗസ് മെമ്പേഴ്സിനോടും യാത്ര പറഞ്ഞ് ആ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാണ്. പുറത്ത് വന്നതിന് ശേഷം ബിഗ് ബോസിന്റെ വക ലാലേട്ടനും ഒരു വിഷു കൈനീട്ടം നൽകുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ശേഷം നമ്മുടെ ബിഗ് ബോസിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന്
പറയുന്നത് അവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്ത് വീണ്ടും ലൈവിലേക്ക് പോകുന്നുണ്ട്. ലൈവിലേക്ക് കാണിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ സിബിൻ വീണ്ടും പ്ലാനിങ് തുടങ്ങാണ്, എങ്ങനെങ്കിലും നൂറയെ തകർക്കണം, അങ്ങനത്തെ ഒരു സംഭവം. ജാസ്മിന്റെ മൂഡ് ഓഫും കാര്യങ്ങളും ഇനിയും മാറിയിട്ടില്ല. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും കേൾക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ. നാളെ പുതിയൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.